ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. കേരളത്തിൽ ജാതി സെൻസസും സാമൂഹിക സാമ്പത്തിക പഠനവും നടത്തി സംവരണം നടപ്പാക്കണമെന്ന് MES സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംവരണം വേണമെന്ന നിലപാടാണ് CPM കേന്ദ്ര കമ്മിറ്റിക്ക് ഉള്ളത്. പിന്നെന്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് പേടിയെന്നും അദ്ദേഹം ചോദിച്ചു. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവർ വേണമെന്ന നിയമത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. മുനമ്പം വഖഫ് വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പമാണ് മുസ്ലിം സമൂഹം. പുതിയ വഖഫ് ബില്ല് നിയമമായാൽ സംരക്ഷിക്കപ്പെടുമെന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണ് ചിലർ. വിഷയത്തിൽ വഖഫ് സ്വത്ത് വിൽപ്പന നടത്തിയവരാണ് കുറ്റക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. 4 ദിവസം മുമ്പ് ജാതി സെൻസസ് തെലങ്കാനയിലും നമ്മളുടെ കുറഞ്ഞാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതി സെൻസസ് ഞാൻ ആവശ്യപ്പെടുകയാണ്. ജാതി സെൻസസ് ഉറപ്പാകണം. പക്ഷേ അതിനോടൊപ്പം തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കൂടെ എന്നാലേ അത് ശരിയാവുള്ളൂ. മറ്റേ ജാതി സെൻസസ് ഉറപ്പാക്കാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ പെർസെന്റേജ് കൂടി അവിടെ ഞങ്ങൾക്ക് സമരം കൂടുതലായിരുന്നു. അങ്ങനെയല്ല, EWS നടപ്പാക്കിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാം കൂടി സമരം. കാരണം എന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തില് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യാറാണ്. പ്രത്യേകിച്ച് ഇവിടെ ബിസിനസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ തെലങ്കാനയിൽ കണ്ടിട്ടുള്ളതും ബീഹാറിൽ കണ്ടുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് വരുന്നത്. എന്താ കാര്യം പറഞ്ഞു അതിനിടയിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കൂല. അത് അമിത്ഷാ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മുസ്ലിമുകളായിട്ട് ഇന്ത്യയിൽ സംവരണം കൊടുക്കുന്നില്ലാണ്. എവിടെ കൊടുക്കുന്ന മുസ്ലിമുകളായിട്ട് ഓരോ സ്റ്റേറ്റിലും മുഖർക്ക് വിവരങ്ങളെ നമുക്ക് അയച്ചു കൊടുക്കുന്നു. ഇതല്ലേ ബീഹാറിൽ മുൻപേരിയാർ കമ്മീഷൻ കർപ്പൂരി ഠാക്കൂറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇൻക്ലൂഡഡ്. എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് അറിയോ? ആ മണ്ഡലിലോട്ട് വരാം. മണ്ഡൽ ശൈലിയിൽ പറയാം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ മണ്ഡൽ കമ്മീഷൻ പറഞ്ഞെന്താ വെച്ചാൽ ജാതി മതം നോക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? ബാർബർ ആരാണ് ഞങ്ങൾക്ക് കൊണ്ടല്ലോ കുറച്ച് ബാർബർമാർ പേര് നമ്മൾ എന്താണ് അവസാനം പിടിക്കുക. അതേമാതിരി തന്നെ കസായി, ബുച്ചർ, നായി, ബോട്ട്മാൻ, രംഗരേസ്, വീവർ, അത് ഏത് മതത്തിലുള്ളവരായാലും അവർക്ക് റിസർവേഷൻ. നിങ്ങൾ സംശയം ആരാന്നുള്ള അങ്ങനെയില്ല. ഈ കേരളത്തിലെ വലിയൊരു തല്ലുകൊടുക്കം തമ്മിലുള്ളവർ തമ്മിൽ ഈ സംവരണത്തെ പറ്റിയില്ല ഞാൻ മനസ്സിലാക്കിയത്. സംവരണത്തെ പറ്റിയിട്ടാണ് ഉള്ളില് ഒരു ഇത്. അല്ല ജാതിപരമായിട്ടുള്ള ചിന്തയൊന്നുമില്ല. ദായിത്വോ ജാതിപരം. ചില ആൾക്കാർ വന്നോട് ഞങ്ങളോട് പെട്ടാണ് ഞങ്ങൾ കുറവാണ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതാണ് തർക്കം വരുന്നത്. അപ്പൊ അല്ലെങ്കിൽ മറ്റയാൾ ഭയങ്കര പണക്കാരനാണ്, അയാൾ മത്സരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മൾ ജാതി സെൻസസ് വിത്ത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ബീഹാർ മോഡൽ അവൈലബിൾ ആണ് നെറ്റിൽ. ബീഹാർ മോഡലിൽ നടപ്പാക്കണം. അത് എന്തുകൊണ്ടാണ് സർക്കാരിന് മടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിന് എന്തെങ്കിലും പേടിയുണ്ടാവും. ഇപ്പൊ അവിടെ കൂടെ അതിന്റെ ജാതി സമവാക്യങ്ങൾ മാറുന്നുണ്ട് അതൊന്നും ഉണ്ടാവില്ല. ഇത് ഏകദേശം മണ്ഡൽ പറഞ്ഞാൽ അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നും. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഇത് മുസ്ലിം സമുദായത്തിന്റെ പെർസെന്റേജ് കൂടി അല്ലെങ്കിൽ കൂടി പക്ഷെ ഇനി കൂടില്ല. MESന്റെ 2025-28 കാലയളവിലെ സംസ്ഥാന അധ്യക്ഷനായി ഡോക്ടർ ഫസൽ ഗഫൂർ 7ാം തവണയും തുടരും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ടോ? ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. ജ്വല്ലറി ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.